നമസ്കാരം, ഞാൻ ഷബാബ്. 3ds മാക്സിൻ്റെ പുതിയൊരു യൂട്യൂബ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു പോകുന്നത് എങ്ങനെ നമുക്കൊരു സോഫ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അതിനു മുമ്പ് തന്നെ ഞാൻ 2-3 ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി വലതുവശത്തേക്കുള്ള ഈ ടൂൾ ബാറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ തൊട്ടടിയിലുള്ള എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ധാരാളം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമായ ഒരു സോഫ ക്രിയേറ്റ് ചെയ്യാനുള്ള ആവശ്യമായ ഒരു ടൂളാണ് ചാംഫർ ബോക്സ്. ഈ ബോക്സാണ് ഞാൻ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിന് സാധാ ബോക്സ് വരയ്ക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ പിക്ക് ചെയ്തിട്ട് വരക്കുക. ശേഷം മൗസ് വിടുക. ശേഷം മുകളിലേക്ക് ഇതിനെ ഹൈറ്റ് ചെയ്യുക. ഹൈറ്റ് ചെയ്തതിനു ശേഷം ഒരു മൗസ് പിക്ക് ചെയ്യുക. അതിന് ശേഷം ഉള്ളിലോട്ടേക്ക് ഡ്രാഗ് ചെയ്താൽ ഇത് നമുക്ക് സോഫയുടെ പോലെ തന്നെ ഇത് കാണാൻ സാധിക്കും. വശങ്ങളെല്ലാം ചെരിഞ്ഞ് തന്നെ കാണാൻ സാധിക്കും. ഇത് ഒരു ടൂളാണ്. അടുത്ത ടൂളാണ് എൽ ടൂൾ. ഈ ടൂൾ മുഖേന നമുക്ക് എടുത്ത് വരച്ച് നമുക്ക് ഒരു ചുമ്മാ വാളിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണെങ്കിൽ നമുക്ക് ഒരു എൽ ടൈപ്പിലുള്ള ഒരു വാൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്. മറ്റൊന്നാണ് സി ടൈപ്പ് മോഡലാണ്. ഇത് വെച്ച് സി ടൈപ്പ് മോഡൽ നമുക്കൊരു വാൾ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സി ടൈപ്പ് മോഡൽ ഒരു വാൾ ക്രിയേറ്റ് ചെയ്യാം. ഇത് വലുതായി കാണാൻ ഞാൻ ആൾട്ട് ഡബ്ല്യു പ്രസ് ചെയ്തതിനു ശേഷം കൺട്രോൾ മൈനസ് അടിക്കുന്നു. അപ്പോൾ നമുക്കിത് ചെറുതായി കാണാം. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം മൗസിൻ്റെ കൊണ്ട് ഡ്രാഗ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു സോഫ വരക്കാം. ഈ ടൂളെല്ലാം ഉപയോഗിച്ച് നമുക്കൊരു സോഫ വരക്കാം എന്നതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഈ എക്സ്റ്റൻഡ് ടൂൾ തന്നെ പ്രിമിറ്റീവ്സ് തന്നെ ധാരാളം ടൂളുണ്ട്. ചാമ്പർ സിലിണ്ടർ ധാരാളം ടൂളുണ്ട്. ആ ടൂളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഈ സോഫ വരക്കാൻ ആവശ്യമായ ടൂളുകൾ ഇതാണ്. ഈ ചാമ്പർ ബോക്സ് സിലിണ്ടറിൽ തന്നെ നമുക്ക് ബോക്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് വരക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ നീളവും വിഡ്ത്തും ഹൈറ്റ് ഒരിക്കലും നമുക്ക് സെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇത് വരച്ചതിന് ശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ മോഡിഫൈയിൽ പോയിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് ഹൈറ്റും ഇതും മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഷേപ്പിൻ്റെ കേസിലും ഇത് തന്നെയാണ് സ്ഥിതി. ഓക്കെ, നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു സോഫ വരക്കാം എന്നതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ചാംഫർ ബോക്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒരു ചാംഫർ ബോക്സ് ഏകദേശം ഒരു വരക്കുന്നു. ഇതിനുശേഷം ഞാൻ എന്ത് ചെയ്തതിനു ശേഷം ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ മോഡിഫൈയിൽ വരുന്നു. അതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഈ ലൈൻ വ്യൂ മാറ്റിയിട്ട് ഞാൻ കളർ വ്യൂയിലേക്ക് എടുക്കുന്നു. എല്ലാം തന്നെ അതിന് ഉപയോഗിക്കുന്ന ടൂളാണ്. സെലക്ട് ചെയ്തതിനു ശേഷം F3 ടൂൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലൈൻ വ്യൂ കളർ വ്യൂയിലേക്ക് മാറി മാറി കാണാൻ സാധിക്കും. ഞാൻ ചെയ്തതിനു ശേഷം നേരെ തന്നെ സെലക്ട് ചെയ്തതിനു ശേഷം നേരെ മോഡിഫൈയിൽ പോകുന്നു. മോഡിഫൈയിൽ പോയതിനു ശേഷം ലെങ്ത് ഞാൻ ഒരു 50 സെറ്റ് ചെയ്യുന്നു. ഓക്കെ അടിക്കുന്നു. അതിനുശേഷം വിഡ്ത്ത് 50 കൊടുക്കുന്നു. ഹൈറ്റ് ഞാൻ ഏകദേശം ഒരു 15 കൊടുക്കുന്നു. ഫില്ലറ്റ് ഹൈറ്റ് ഞാൻ 10 കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒബ്ജക്റ്റ് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പെർസ്പെക്റ്റീവ് വ്യൂ സെലക്ട് ചെയ്തതിനു ശേഷം Alt++ അടിക്കുന്നു. ഇതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫില്ലറ്റ് എത്രയാണ് വേണ്ടത് വെച്ചിട്ട് ഫില്ലറ്റ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഈ ഫില്ലറ്റ് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതാണ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഉപയോഗിക്കുന്ന W പ്രസ് ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം മൗസ് കൊണ്ട് ഞാൻ
റെഡ് ആരോ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ ഇതിന് തൊട്ട് അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി വെക്കുന്നു. അതിനുശേഷം ഞാൻ അത് വിട്ട ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നു. ഇവിടെ കഴിഞ്ഞ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താണ് കാരണം. ഇതിന് ശേഷം കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്തതിന് ശേഷം ഞാൻ ഇത് നമ്പർ ഓഫ് കോപ്പി എന്നുള്ളത് ഞാൻ 2 എന്ന് അടിക്കുന്നു. ശേഷം ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ 3 സീറ്റുകൾ 3 ബോക്സുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ 3 ബോക്സ് വന്നതിന് ശേഷം ഞാൻ ഇതെല്ലാം ഒരു ഗ്രൂപ്പിലേക്ക് ആക്കുന്നു. ഇതെല്ലാം സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ സോഫ ശേഷം ഞാൻ ഓക്കെ അടിക്കുന്നു. ഇതിന് ശേഷം ഇതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് പിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ നെയിം. ഈ എടുത്തതിന് ശേഷം ഇവിടെ കളർ പിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ധാരാളം കളർ ഓപ്ഷൻസ് കാണാം. 3ds Max കളറുണ്ട്, ഓട്ടോകാഡിൻ്റെ കളറുണ്ട്. അതിൽ നിന്ന് ഞാനൊരു ഏകദേശം ഒരു കളർ പിക്ക് ചെയ്യുന്നു. ഈ കളർ പിക്ക് ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ നേരെ തന്നെ വന്നിട്ട് ഫ്രണ്ട് വ്യൂയിലേക്ക് വരുന്നു. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരുന്ന മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ നേരെ വന്നിട്ട് ഇവിടെ എക്സ്റ്റൻഡിൽ നിന്ന് സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ മാറ്റിയ ശേഷം ബോക്സ് വരയ്ക്കുന്നു. ഈ ബോക്സ് എടുത്തതിന് ശേഷം സൂം ചെയ്തതിന് ശേഷം ഞാൻ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ മോഡിഫൈയിൽ വന്നതിന് ശേഷം ലെങ്ത് എത്രയുള്ളത് ഞാൻ കൊടുക്കുന്നു. ലെങ്ത് ഞാൻ 60 കൊടുക്കുന്നു. വിഡ്ത്ത് ഏകദേശം ഞാനൊരു 13 കൊടുക്കുന്നു. ഹൈറ്റ് ഞാൻ ഏകദേശം ഒരു 45 കൊടുക്കുന്നു. ഇതിനുശേഷം ഞാൻ ഇതിൻ്റെ അടുപ്പിച്ച് തന്നെ സെറ്റ് ചെയ്യുകയാണ്. കൺട്രോൾ W എടുത്ത ശേഷം ഇത് വിൻഡോ വലുതായി വരും. ശേഷം ഇതിൻ്റെ ശേഷം ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് എല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഹൈറ്റ് സെറ്റ് ചെയ്യുന്നു. ഇതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ടോപ്പ് വ്യൂയിലേക്ക് വന്നിട്ട് ഇതിൻ്റെ മറ്റൊരു കോപ്പി എടുക്കുന്നു. ഇത് സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് W അടിച്ചതിന് ശേഷം ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു. അതിന് ശേഷം മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് കോപ്പി കിട്ടുന്നു. എന്നിട്ട് ഇതിൽ കോപ്പി 1 കൊടുത്തിട്ട് ഓക്കെ അടിക്കുന്നു. ഇതിൻ്റെ ഇപ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂ കാണുന്ന ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം Alt W അടിച്ച ശേഷം വിൻഡോ വലുതാക്കിയ ശേഷം ഞാൻ ആൾട്ട് നീക്കി പിടിച്ച ശേഷം മൗസിൻ്റെ സ്ക്രോളിംഗ് ബട്ടൺ ഉപയോഗിച്ച് ഞാനിത് ഡ്രാഗ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ബാക്കിലായിട്ടൊരു ഹാൻഡ് റെസ്റ്റ് വേണമെന്ന് വരക്കുന്നു. അതിനുശേഷം ഞാൻ മോഡിഫൈ ബോക്സ് എടുത്തിട്ട് ബോക്സ് എന്ന് വരക്കുന്നു. ബോക്സ് ശേഷം ഞാൻ മോഡിഫൈയിൽ വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ലെങ്ത് ഒക്കെ എത്രയാണെന്ന് കൊടുക്കുന്നു. 13 ലെങ്ത് കൊടുക്കുന്നു. ബെഡ്ത്ത് ഞാൻ ഏകദേശം കൊടുക്കുന്നു. ഇത് ഞാൻ ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഇതിൻ്റെ കാരണമെല്ലാം സെറ്റ് ചെയ്യുന്നു. സൂം ചെയ്തതിന് ശേഷം ഓക്കെ. ഇതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 2 സീറ്റും കൂടെ ഞാൻ എടുത്തിട്ട് ഇത് ഗ്രൂപ്പാക്കുന്നു. 3 നമ്മൾ ഗ്രൂപ്പാക്കുന്നു. ശേഷം ഇത് 2 ഞാൻ ഇത് 3 ആൾട്ട് പ്രസ് ചെയ്ത ശേഷം കൺട്രോൾ പ്രസ് ചെയ്ത ശേഷം ഇത് 3 സെലക്ട് ചെയ്ത ശേഷം ഗ്രൂപ്പിലേക്ക് വരുന്ന ഗ്രൂപ്പ് എടുക്കുന്നതിന് ശേഷം ഞാൻ ഒരു നെയിം കൊടുക്കുന്നു. ഗ്രൂപ്പ് 100 കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പായി. ശേഷം ഈ ഗ്രൂപ്പിലെ കളർ ചേഞ്ച് ചെയ്യുകയാണ്.
ഇതിനുശേഷം താഴത്തായിട്ട് മറ്റൊരു ബോക്സിൽ വരക്കുകയാണ്. അതിൻ്റെ ഹൈറ്റ് ഞാൻ ഏകദേശം ഒരു 15 കൊടുക്കുന്നു. സോറി 10 കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം ഞാൻ ഇത് മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ കളർ മാറ്റി മോഡിഫൈ ചെയ്തിട്ട് കളർ മാറ്റി കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാനൊരു സോഫ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് കാണുന്നതാണ് റണ്ടറിങ് എന്ന് പറയുന്നത്. ഇത് റണ്ടറിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ F9 ആണ്. F9 പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇമേജ് വ്യൂ കാണാൻ സാധിക്കും. ആൾട്ട് പ്രസ് ചെയ്ത ശേഷം മൗസിൻ്റെ സ്ക്രോൾ വ്യൂ ഉപയോഗിച്ച് നമുക്കിത് ഡ്രാഗ് ചെയ്യാം. ഈ യൂട്യൂബ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അധ്യായമായിട്ട് ഞാൻ അടുത്ത യൂട്യൂബിലേക്ക് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.